ഈ മനുഷ്യൻ യാതൊരു പ്രയാസവുമില്ലാതെ ഒരു കുഴിക്കു മുകളിൽ പുഷപ്പുകൾ ചെയ്യുകയായിരുന്നു. അപ്പോൾ അയാളുടെ ഗുരു വന്ന് അയാളുടെ കൈകൾക്കടിയിൽ 2 മുട്ടകൾ വെച്ചു. എന്നിട്ട് അവ പൊട്ടാതെ പുഷപ്പ് തുടരാൻ പറഞ്ഞു. ഇത്തവണ അയാൾക്ക് അതിന് കഴിഞ്ഞില്ല. 2 മുട്ടകളും പൊട്ടിപ്പോയി. അതുകൊണ്ട് ഗുരു ആ പൊട്ടിയ മുട്ടകൾ തന്നെ അയാൾക്ക് അത്താഴമായി നൽകി. പിറ്റേ ദിവസം അയാൾ ദിവസം മുഴുവൻ പരിശീലിക്കുകയും ഒടുവിൽ മുട്ടകൾ പൊട്ടാതെ പുഷപ്പുകൾ ചെയ്യാൻ പഠിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ അപ്പോൾ ഗുരു ഭാരമുള്ള ഒരു കല്ല് കൊണ്ടുവന്ന് അയാളുടെ പുറത്തു വെച്ചു. ഭാരം കൂടിയ ഉടനെ മുട്ടകൾ പൊട്ടി. അന്നും അത്താഴത്തിന് ആ പൊട്ടിയ മുട്ടകൾ തന്നെയാണ് അയാൾക്ക് ലഭിച്ചത്. അയാൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പരിശീലിച്ചുകൊണ്ടിരുന്നു. കാലക്രമേണ പുറത്ത് വലിയ ഭാരം വെച്ച് മുട്ടകൾ പൊട്ടിക്കാതെ പുഷപ്പുകൾ ചെയ്യാൻ അയാൾ ഒടുവിൽ പഠിച്ചെടുത്തു. എന്നാൽ ഗുരു വീണ്ടും കാഠിന്യം വർദ്ധിപ്പിച്ചു. വെറും 3 വിരലുകൾ മാത്രം ഉപയോഗിച്ച് പുഷപ്പുകൾ ചെയ്യാൻ ഗുരു അയാളോട് പറഞ്ഞു. പിന്നീട് 2 വിരലുകൾ, ഒടുവിൽ ഒരൊറ്റ വിരൽ എന്നിങ്ങനെ പടിപടിയായി അത് കുറച്ചുകൊണ്ടുവന്നു. അയാൾ 2 മാസത്തോളം ഇത്തരത്തിൽ പരിശീലിച്ചു. ഇതിനിടയിൽ ധാരാളം മുട്ടകൾ പൊട്ടുകയും അവയെല്ലാം അത്താഴമായി കഴിക്കുകയും ചെയ്തു. മാസങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷം പുറത്ത് വലിയ ഭാരവും വഹിച്ച് ഒരൊറ്റ വിരലിൽ പുഷപ്പുകൾ ചെയ്യുന്നതിൽ അയാൾ ഒടുവിൽ പ്രാവീണ്യം നേടി. അപ്പോൾ മാത്രമാണ് ഗുരു അയാൾക്ക് പൊട്ടിയ മുട്ടകൾ നൽകുന്നത് നിർത്തി ശരിയായ ഭക്ഷണം നൽകാൻ തുടങ്ങിയത്. എന്നാൽ അതൊരു വാമപ്പ് മാത്രമായിരുന്നു. അടുത്ത പരിശീലനം ഇതിലും കഠിനമായിരുന്നു.